നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ ആദ്യം കടക്കുന്നത് ഹരീഷ് കണാരൻ ബാദുഷ വിഷയത്തിലേക്കാണ്. കളം കൊടുത്തു കഴിഞ്ഞാൽ ബാദുഷ സിനിമാ ജീവിതം അവസാനിപ്പിക്കുമോ? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് കണാരൻ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ, സിനിമാ മേഖലയെ ഒട്ടാകെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഹരീഷ് കണാരൻ പറഞ്ഞത് ബാദുഷയ്ക്കാണ് താൻ കടം കൊടുത്തത് എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഹരീഷ് കണാരൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, പക്ഷേ പേരാരാണെന്ന് പറഞ്ഞിരുന്നില്ല. അത് ബാദുഷയാണ് എന്നത് കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് കണാരൻ പുറത്തു പറയുന്നത്. അതായത് താനൊരു 20 ലക്ഷം രൂപ ബാദുഷയ്ക്ക് കടം കൊടുത്തു. ആ കടം കൊടുത്തതിന്റെ പേരിൽ തന്നെ സിനിമകളിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് ബാദുഷയാണ് എന്നുള്ളതാണ് ഹരീഷ് കണാരന്റെ ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഇതെന്തുകൊണ്ടാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ പൈസ തിരികെ ചോദിക്കുമ്പോൾ അയാൾ നമ്മുടെ ശത്രുവാവുകയും നമ്മുടെ സിനിമകളെല്ലാം വെട്ടിക്കളയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതും എങ്ങനെയാണ്? അതാണ് ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത്. ഹരീഷ് കണാരൻ തന്നെ ഇതേ അഭിമുഖത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നൊരു കാര്യം കൂടിയുണ്ട്. തൻ്റെ വർഷങ്ങളോളം നിന്റെ സിനിമാ ജീവിതത്തിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത് ബാദുഷയാണ് എന്നതുകൂടി ഹരീഷ് കണാരൻ പറഞ്ഞു. അതായത് തൻ്റെ ഡേറ്റുകളെല്ലാം ബാദുഷയ്ക്ക് കൊടുത്ത് ഇതേ ബാദുഷ തന്നെയാണ് തൻ്റെ സിനിമകളിലേക്ക് റെഫർ ചെയ്യുന്നതും സിനിമകൾക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതും ഇതേ ബാദുഷയാണെന്നുള്ളത് ഹരീഷ് കണാരൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഇത് ഹരീഷ് കണാരൻ മാത്രമല്ല, ബാദുഷ ഇതുപോലെ ഡേറ്റുകൾ വാങ്ങി വെച്ചിരിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. അതാണ് എൻ്റെ വേറൊരു കാര്യം. ഹരീഷ് കണാരൻ പറയുന്നുണ്ട്, ഇത് തനിക്ക് മാത്രം സംഭവിച്ച അനുഭവമല്ല, ഇതുപോലെ പലർക്കും ഇതുപോലെ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും അത് ബാദുഷയോട് തുറന്നു പറയാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനോ പേടിയാണ്. കാരണം അവർക്ക് അവരുടെ കരിയർ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഹരീഷ് പറയുന്നത് തനിക്ക് പേടിയില്ല, കാരണം താൻ സ്റ്റേജും പരിപാടിയൊക്കെ ആയിട്ട് താൻ നടന്നോളും, സിനിമ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇതിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഹരീഷ് പറയുന്നത് എന്താണ്? 20 ലക്ഷം രൂപ ബാദുഷയ്ക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു. എടാ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ തിരിച്ചിടാം എന്നത് ബാദുഷ തന്നോട് പറഞ്ഞു. ഹരീഷ് ഇത് കേട്ട പാടെ തന്നെ ബാങ്കിൽ വിളിച്ചു പറയുന്നു, 20 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ടിലേക്ക് ഇടുന്നു. ഇത് ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, ഒരു മാസം കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ഹരീഷ് ഒരു തവണ ബാദുഷയോട് പൈസ ചോദിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, ബാദുക്ക പൈസ തിരിച്ചിടുമോ എന്ന് ചോദിക്കുമ്പോൾ ബാദുഷ പറയുന്നു, എടാ ഉടനെ തരാം, വെടിക്കെട്ട് എന്ന സിനിമയുടെ റിലീസിന് ശേഷം തരാം എന്ന് പറയുന്നു. ഹരീഷ് പിന്നെയും പറയുന്നു, വെടിക്കെട്ടിൻ്റെ സിനിമയുടെ റിലീസൊക്കെ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലും തനിക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നത് മാത്രമല്ല, അജയന് 2ാം മോഷണം എന്ന സിനിമയിൽ പറഞ്ഞു വെച്ചിരുന്ന വേഷം പോലും അവസാന നിമിഷം മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. ഹരീഷ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് 2020 ശേഷം കോവിഡൊക്കെ വന്നതിന് ശേഷം സിനിമ ഒട്ടാകെ മാറി, അതുകൊണ്ടായിരിക്കാം തനിക്ക് വേഷങ്ങൾ കുറഞ്ഞത് എന്നുള്ളതാണ് ഹരീഷ് ആദ്യം വിചാരിച്ചിരുന്നതെന്നാണ് ഹരീഷ് പറയുന്നത്. പക്ഷേ പിന്നീടാണ് ഇതിന് പിന്നിൽ ഇത്രയും വലിയ കളികൾ നടക്കുന്നുള്ളതായിട്ട് മനസ്സിലായതായി ഹരീഷ് കണാരൻ പറയുന്നത്. ഇനി ഹരീഷിന്റെ ഫിൽമോഗ്രഫി നമുക്കൊന്ന് പരിശോധിക്കാം. 2014 ഹരീഷ് കണാരൻ ആദ്യമായി സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമയുടെ പേര് ഉത്സാഹ കമ്മിറ്റി. ജയറാം, ബാബുരാജ്, കലാഭവൻ ഷാജോൺ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഉത്സാഹ കമ്മിറ്റിയാണ് ഹരീഷ് കണാരന്റെ ആദ്യത്തെ സിനിമ. അതിനു മുമ്പ് തന്നെ ഹരീഷ് കണാരനെ എല്ലാവർക്കും പരിചയമാണ്. എങ്ങനെ സ്റ്റേജ് പരിപാടികളിലൂടെയും മിമിക്രി പരിപാടികളിലൂടെയും ടെലിവിഷൻ പ്രോഗ്രാംസിലൂടെയൊക്കെ ഹരീഷ് കണാരൻ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു കലാകാരൻ, മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഹരീഷിന്റെ സ്കിറ്റുകൾ ഒക്കെ തന്നെ ഭയങ്കര വൈറലായതിനു ശേഷമാണ് ഹരീഷ് സിനിമാ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു മിമിക്രി താരം കൂടെ സിനിമാ മേഖലയിലേക്ക് വരുന്നു എന്ന സന്തോഷം മിമിക്രി കൂട്ടായ്മയ്ക്കും ഇതുപോലെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല പെട്ടെന്നായിരുന്നു ഹരീഷിന്റെ വളർച്ച സിനിമാ മേഖലയിൽ, അല്ലേ? 2014 ശേഷം 2015 തൊട്ട് 2019 വരെയുള്ള ഹരീഷ് കണാരന്റെ 5 വർഷം, 15, 16, 17, 18, 19 ഈ 5 വർഷങ്ങളിൽ കുറഞ്ഞത് 10 സിനിമകളിൽ മേലെയാണ് ഹരീഷ് ഓരോ വർഷവും ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ്, ഒരു കോമഡി ആർട്ടിസ്റ്റ് 2015 മുതൽ 2020 വരെ കുറഞ്ഞത് 10-ലധികം ഉണ്ട്. അതായത് ഒരു വർഷം കുറഞ്ഞത് 10 മുതൽ 15 സിനിമകൾ അല്ലെങ്കിൽ 20 സിനിമകൾ വരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഹരീഷ് കണാരൻ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് സെറ്റിൽ നിന്നും സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഒരു വർഷം 130-120 സിനിമകൾ റിലീസ് ആകുമ്പോഴേക്കും അതിൽ 20ഓളം സിനിമകളിൽ ഹരീഷ് കണാരൻ ഭാഗമാണ് എന്നതും കൂടി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആ നടൻ എത്രമാത്രമാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിരുന്നത്, ആ നടന്റെ ഹ്യൂമർ എത്രമാത്രമാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും ഈ നടന്റെ പിന്നാലെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ 2015 മുതൽ 2019-20 വരെ തുടർച്ചയായി ഇത്രയധികം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന താരം പെട്ടെന്ന് സിനിമാ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. 2020 ഏകദേശം ഒരു 5-6 സിനിമകൾ ഹരീഷ് കണാരൻ ചെയ്തെങ്കിൽ പോലും 21 ശേഷം ഹരീഷ് കണാരൻ്റെ സിനിമകൾ വളരെ കുറവാണ്. 21 മുതൽ 25 വരെ എന്ന് പറയുമ്പോഴേക്കും ഏകദേശം ഒരു 5 വർഷത്തെ കാലയളവ് അപ്പോഴുമുണ്ട്. അപ്പോഴും ഹരീഷിന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് തനിക്ക് സിനിമകൾ കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന്. പല സിനിമകളിലും ഇതുപോലെ വിളിക്കും, അവസാന നിമിഷം മാറ്റും എന്നത് പറയുന്നു. മാത്രമല്ല ഹരീഷ് പറഞ്ഞൊരു കാര്യം, ഈ കടം ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം ബാദുഷ പല സംവിധായകരോടും നിർമ്മാതാക്കളോടും തന്നെപ്പറ്റി ഇല്ലാത്ത കഥകൾ പറഞ്ഞിരുന്നു എന്നുള്ളത്.
എന്നുള്ളതാണ്. അതായത് കൊച്ചിയിൽ വെച്ചൊരു ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ കോഴിക്കോട് പോയി വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ടൊക്കെ ഹരീഷ് കണാരൻ തിരികെ സെറ്റിലേക്ക് വരികയുള്ളൂ എന്ന് വരെ ബാദുഷാ സിനിമാ മേഖലയിൽ പറഞ്ഞു പരത്തിയതായി ഹരീഷ് കണാരൻ തുറന്നു പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് പ്രേക്ഷകരെ. അതായത് ഒരു കലാകാരന്റെ സിനിമാ ജീവിതത്തിലേക്ക് കൈയിടുക എന്നതിനേക്കാൾ ഉപരി അയാളുടെ അവസരങ്ങൾ കുറയ്ക്കുക, നഷ്ടപ്പെടുത്തുക എന്നുള്ളതൊക്കെ കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന കാര്യത്തെ ഹരീഷ് കണാരൻ ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നും തുറന്നു പറയുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസത്തിലാണ് ഹരീഷ് കണാരൻ ഈ കാര്യം വ്യക്തമാക്കുന്നതും ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. പിന്നാലെ ബാദുഷയ്ക്കെതിരെ സൈബർ ആക്രമണം വളരെ ശക്തമായ രീതിയിൽ ഇപ്പോഴും തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഹരീഷ് കണാരന്റെ പൈസ തിരികെ കൊടുക്കൂ ബാദുഷ എന്നുള്ള ക്യാമ്പയിൻ വരെ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 20 ലക്ഷം രൂപയുടെ പേരിൽ ഒരു കലാകാരൻ ഒന്ന് കടം ചോദിച്ചത് തിരികെ വാങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഞെട്ടലാണ്. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഹരീഷ് കണാരന് നഷ്ടപ്പെട്ട വേഷം അത് ഹരീഷ് പറയുന്നത് ടൊവിനോയോട് സംസാരിച്ചിരുന്നു എന്നതാണ്. ഹരീഷ് എന്താ പറയുന്നത്, ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിൽ ഇതുപോലെ പങ്കെടുക്കാൻ നേരത്ത് ഹരീഷ് കണാരൻ ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ആ പരിപാടിയിൽ നിന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ മാറി കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അജയന് രണ്ടാം മോഷണം എന്ന സിനിമയുടെ പ്രധാന നായകനായ ടൊവിനോ തോമസിന് ഒരു മെസ്സേജ് അയക്കുന്നു. എന്താണ് കാര്യമെന്ന് തിരക്കാൻ വേണ്ടി ടൊവിനോ പറയുന്നു, ചേട്ടാ എവിടെയുണ്ട്? അപ്പോൾ ഹരീഷ് പറയുന്നു, ഞാൻ ആ വേദിയിൽ നിന്ന് മാറി ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ടൊവിനോ പറയുന്നു, ചേട്ടാ വണ്ടി നിർത്ത്, ഞാൻ അവിടെ വരാം, ചേട്ടനോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഹരീഷ് കണാരൻ വണ്ടി നിർത്തുന്നു. ടൊവിനോ തോമസ് ആ വേദിയിൽ നിന്ന് ഹരീഷ് കണാരനെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് 8 കിലോമീറ്ററുകൾക്കിപ്പുറം ഹരീഷ് കണാരനെ കാണാൻ വേണ്ടി എത്തുന്നു. ഹരീഷിനെ കണ്ടപാടെ ടൊവിനോ ചോദിക്കുന്ന ചോദ്യം, ചേട്ടൻ എന്തിനാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ നിന്നും മാറിയത്? ചേട്ടന് ഡേറ്റ് ഇല്ല എന്നായിരുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ഹരീഷ് പറയുന്ന മറുപടി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ സിനിമയുടെ പ്രധാന നായകനോ ഈ സിനിമയിലെ വേഷം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന താരത്തിനോ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് തനിക്ക് പറഞ്ഞുറപ്പിച്ചു വെച്ച വേഷം തനിക്ക് കിട്ടുന്നില്ല എന്നത് പോട്ടെ, ആ സിനിമയുടെ പ്രധാന നായകൻ എന്തുകൊണ്ടാണ് ഈ നടൻ വരാത്തത് എന്നതിന് പോലുള്ള റീസൺ അറിയുന്നില്ല. അതിനിടയിൽ ഒരു കൃത്യമായ മീഡിയേറ്റർ പരിപാടി ഇവിടെ ബാദുഷ കളിക്കുന്നുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. ഇതാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഞെട്ടലാണ്. ഒരാളുടെ അവസരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വലിയ ബാഹ്യശക്തി ഇവിടെ കളിക്കുന്നുണ്ട്. ഈ പവർ ടീം എന്നൊക്കെ പറഞ്ഞ് പണ്ട് അമ്മ അസോസിയേഷനിൽ ഒരു വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പവർ ടീമാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെയല്ലേ പവർ ടീം? പവറാണ്. തനിക്കെതിരെ ശബ്ദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കടം വാങ്ങിക്കും, പക്ഷെ അത് തിരികെ ചോദിച്ചാൽ നീ പുറത്താണ് എന്നുള്ള പവർ, ആ ശക്തി ഈ വ്യക്തിക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ കഴിഞ്ഞ കാര്യങ്ങളും ഹരീഷ് കണാരന്റെ വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വെളിപ്പെടുത്തൽ പൂർണ്ണമായും രീതിയിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ഹരീഷ് കണാരൻ പറയുന്ന ഒരു വാക്ക് പോലും അസത്യമായിട്ട് ആരും പറയുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ്. ഹരീഷിന്റെ ഫിലിമോഗ്രഫി തന്നെ നോക്കിക്കേ, 2015 മുതൽ 20 വരെ ഒരു വർഷം കുറഞ്ഞത് 15 മുതൽ 20 സിനിമകൾ വരെ ചെയ്തുകൊണ്ടിരുന്ന താരം ഈ കാര്യം ഒന്ന് പുറത്തു പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബാദുഷയോട് കൊടുത്ത കടം പൈസ തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ പിന്നീട് സിനിമകളില്ല. ഫിൽമോഗ്രഫി സാക്ഷി, അതായത് ഹരീഷ് കണാരന്റെ ഫിൽമോഗ്രഫി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു തനിക്ക് സിനിമകൾ കിട്ടുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ ഹരീഷ് ചെയ്ത ആ ഒരു സിനിമയാണ്, ഒറ്റപ്പടമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ നടനെതിരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ട്. ആ ടാർഗറ്റഡ് പരിപാടിക്ക് പിന്നിൽ ഏറ്റവും വലിയ കളികൾ നടന്നിട്ടുള്ളത് ബാദുഷ തന്നെയാണ്. അതിന് കാരണമായി പറയുന്നത് താൻ കൊടുത്ത 20 ലക്ഷം രൂപ തിരികെ ഒന്ന് ചോദിച്ചു, അതാണ് കാരണം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ പറയുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഹരീഷ് കണാരൻ്റെ ഒരു സിനിമയുടെ പ്രസ് മീറ്റ് ഒക്കെ നടന്നു. ആ സിനിമയിൽ നിഷാ സാരംഗ് എന്ന താരവും ഉണ്ടായിരുന്നു. നിഷാ സാരംഗ് ഇത് ഹരീഷ് കണാരൻ പറഞ്ഞ പാടെ മൈക്ക് പിടിച്ചു പറഞ്ഞത്, നിങ്ങൾക്കൊരു ശത്രുവിനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പൈസ കടം കൊടുത്താൽ മതി. നിങ്ങൾക്കൊരു മിത്രത്തെയാണ് വേണമെങ്കിൽ ഒരാൾ പൈസ ചോദിക്കുമ്പോഴേക്കും ഇല്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മണിക്കൂറിന് ദേഷ്യം കാണും, അത് കഴിഞ്ഞ് മാറിക്കോളും. പക്ഷേ നിങ്ങൾക്കൊരു ശത്രുവിനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പൈസ കടം കൊടുത്താൽ മതി എന്നുള്ള നിഷാ സാരംഗിൻ്റെ വാക്കുകൾ പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയുടെ ക്യാമ്പയിനും നടക്കുന്നത്. ഹരീഷ് കണാരൻ എന്ന കലാകാരന്റെ സിനിമകൾ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് ബാദുഷയാണെന്നുള്ള ഹരീഷ് കണാരന്റെ തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിലും സിനിമാ മേഖലയിലും വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഹരീഷ് പറയുന്നത് പോലെ തന്നെ ഇത് ഹരീഷിന്റെ മാത്രം അവസ്ഥയല്ല, ഇതുപോലെ പല താരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, കടം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഹരീഷ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബാദുഷ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാദുഷയ്ക്ക് ഫണ്ട് ചെയ്ത് കൊടുക്കാൻ, അതായത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ബാദുഷ പലരിൽ നിന്നായി കടം വാങ്ങാറുണ്ട്. അതിൽ ഹരീഷ് കണാരനും പൈസ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു TV വാങ്ങണമെന്നോ ആ ഓർഫനേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിലും പുറം ലോകത്തും ബാദുഷ മാത്രം ഇതുപോലെ സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും ബാദുഷയ്ക്ക് പൈസ കൊടുത്ത്
കൊടുത്ത നമ്മളെ ആരും അറിയുന്നുമില്ല എന്നുള്ള പരാതിയും കൂടി ഹരീഷ് കണാരൻ പുറത്തു പറയുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുമ്പോൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങൾക്കും കൂടി ഹരീഷ് കണാരൻ ഒരു ടോർച്ച് ലൈറ്റ് പോലെ അടിച്ച് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴും സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. ഡേറ്റുകൾ കൂട്ടമായി വാങ്ങിച്ച് ഒരു വ്യക്തി വെക്കും. ആ വ്യക്തി സിനിമ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ വ്യക്തിയാണ്. അയാളെ പിണക്കിയാൽ പിന്നെ സിനിമയിൽ നിന്ന് ഗെറ്റ് ഔട്ട് എന്നുള്ള ഈ രീതിയിലേക്ക് മലയാള സിനിമയിലെ പല താരങ്ങൾക്കും ഇതുപോലെ ബാധകമാകുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഹരീഷ് കണാറിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബാദുഷ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ബാദുഷയുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 408 റൺസിന്റെ ടെസ്റ്റിലെ പരാജയം. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത്രയും നാണം കെട്ട ദയനീയ തോൽവി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മൾ ആ തോൽവിക്ക് പിന്നാലെ ഗൗതം ഗംഭീർ ഇതിന് കാരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും ഞാൻ ഉറച്ചു പറയുന്നു, ഇതിന് പിന്നിൽ ഗൗതം ഗംഭീർ തന്നെയാണ്. അപ്പോൾ പലരും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് പലരും നമ്മുടെ വാക്കുകളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഗൗതം ഗംഭീർ തന്നെയാണ് കാരണം എന്ന് പറയുന്നു. പക്ഷേ സെലക്ടറായ അജിത് അഗാർക്കറിനും ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് എന്നതും കൂടി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗൗതം ഗംഭീർ അല്ല ഇതിന് പ്രശ്നം എന്ന് പറയുന്നത്? ഗൗതം ഗംഭീർ ഒരു ഉളുപ്പുമില്ലാതെ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ വന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഇതേ ഞാൻ തന്നെയാണ് ഏഷ്യ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഒക്കെ തന്നത്. ഗൗതം ഗംഭീർ ഇപ്പോഴും ഇതിൻ്റെ കാര്യം മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. അതായത് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഇത്രയും നല്ല കരിയറുള്ള ഒരു ഓപ്പണിംഗ് ബാറ്റർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. വൈറ്റ് ബോൾ ക്രിക്കറ്റ് അല്ല മിസ്റ്റർ ഗൗതം ഗംഭീർ, റെഡ് ബോൾ ക്രിക്കറ്റ് എന്നത്. ഇതെങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ടെസ്റ്റ് ടീം ഉണ്ടല്ലോ, അവിടുത്തെ ബംഗ്ലാദേശ് എക്ക് പോലും തോൽപ്പിക്കാൻ പറ്റുന്ന ടെസ്റ്റ് ടീമാണ്. അത് ഞാൻ എവിടെയും വന്ന് പറയും. അതായത് ഇത്രയും അലമ്പ്, ഇത്രയും മോശം ഒരു ടെസ്റ്റ് ടീം ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പ്രേക്ഷകരെ, നിങ്ങൾ എടുത്തു നോക്കിക്കേ ഈ ഒരു ടെസ്റ്റ് ടീമിൻ്റെ കാരണക്കാരനാരാണ്? ഇത് ഗൗതം ഗംഭീറാണ്. നിങ്ങൾക്കത് എങ്ങനെയാണ് ഇല്ല എന്ന് പറയാൻ സാധിക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്ലെയേഴ്സിൻ്റെ തലയെ കൊണ്ടിടാം. അതായത് നിതീഷ് കുമാർ റെഡ്ഡി, ആ ഒരു സെഞ്ചുറിക്ക് ശേഷം നിതീഷിൻ്റെ ഫോം നോക്കിക്കേ, നിതീഷിന് എവിടെയാണ് കളിക്കാൻ യോഗ്യതയുള്ളത്? ഋഷഭ് പന്തിൻ്റെ അവസ്ഥ നോക്കിക്കേ, ഋഷഭ് പന്ത് എന്തിനാണ് ഈ ബാറ്റ് ഇങ്ങനെ ചുഴറ്റുന്നത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന്? നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് പല വാഷിംഗ്ടൺ സുന്ദറിൻ്റെ കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് സായ് സുദർശൻ്റെ കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് പല പ്ലെയേഴ്സിനെയും കാര്യം ചോദിക്കാം. പക്ഷേ ഈ പ്ലെയേഴ്സ് എല്ലാം കൾമിനേറ്റ് ചെയ്ത് വരുന്നത് ഗൗതം ഗംഭീറിലേക്ക് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ 2 റീസൺ വെച്ച് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് നമ്മുടെ ടെസ്റ്റ് ടീമിൽ നമ്മൾ ഇന്നർ 3 പൊസിഷൻ, അതായത് ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ആര് ഇറങ്ങും എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതായത് വിരാട് കോഹ്ലിയും ചേതേശ്വർ പൂജാരയും ഒക്കെ അടക്കി വാണിരുന്ന ആ ഒരു ഇന്നർ 3 പൊസിഷനിൽ ഇനി ആര് ഇറങ്ങും? നിങ്ങൾക്ക് ഒരാളുടെ പേര് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഒരു ദിവസം സായ് സുദർശൻ ഇറങ്ങും, ഒരു ദിവസം നാളെ നിങ്ങൾ ഹർഷിത് റാണ ഇറങ്ങിയാൽ പോലും അതിൽ ഞെട്ടാനൊന്നുമില്ല. നിങ്ങൾ ഒരു ദിവസം KL രാഹുൽ വന്നാലും അതിൽ ഞെട്ടാനൊന്നുമില്ല. നിങ്ങൾ ഒരു ദിവസം ഋഷഭ് പന്തിനെ കണ്ടാൽ പോലും അതിൽ ഞെട്ടാനൊന്നുമില്ല. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ വാഷിംഗ്ടൺ സുന്ദറിനെ കാണും, ഒരു ദിവസം നിങ്ങൾ സായ് സുദർശനെ കാണും. നിങ്ങൾ പലരെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇന്നർ 3-ൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? പണ്ടൊക്കെ കരുൺ നായറിനെ കാണുമായിരുന്നു, ഇപ്പോൾ കരുൺ നായർ ടീമിലേ ഇല്ല. ഇങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. ഒരു പ്ലെയർക്ക് താൻ ഏത് പൊസിഷനിലാണ് കളിക്കണതെന്ന് പോലുള്ള ധാരണയില്ല. ഞാൻ എവിടെയാണ് കളിക്കേണ്ടത് കോച്ച് എന്ന് ചോദിച്ചാൽ കോച്ച് പറയാവേ വെയിറ്റ് ചെയ്യേ, ഞാൻ അറിയിക്കാം എന്ന് പറയും. അതായത് ഒരു പ്ലെയറിന് എന്താണ് അയാളുടെ റോൾ എന്ന് മനസ്സിലാകുന്നില്ല. അയാൾ എങ്ങനെയാണ് നിങ്ങൾ ടീമിന് വേണ്ടി പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? അയാൾക്കറിയില്ല താൻ എവിടെയാണ് കളിക്കേണ്ടതെന്ന്, അയാൾക്കറിയില്ല താൻ എന്താ ചെയ്യേണ്ടതെന്ന്. താൻ ഡിഫെൻസീവ് കളിക്കണോ, താൻ ഒഫെൻസീവ് കളിക്കണോ, താൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഒരു പ്ലെയർ ഇങ്ങനെ ഗൗതം ഗംഭീറിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്. ഗൗതം ഗംഭീർ ആണെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഈ അട്ടം നോക്കി നിൽക്കാൻ വേണ്ടി ഒരു കോച്ചിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ശമ്പളവും കൊടുത്ത് BCCI അവിടെ പിടിച്ച് ഇരുത്തിയേക്കുന്നത്. ആ ശമ്പളം എല്ലാം ഞങ്ങളുടെയും കൂടെ പൈസയാണ്. അവിടെ കൊണ്ട് വന്ന് ഇരുത്തുമ്പോഴേക്കും സ്വാഭാവികമായും വി എക്സ്പെക്ട് എ മിനിമം എമൗണ്ട് ഓഫ് ബാറ്റിൽഷിപ്പ്. നമ്മൾ ഈ സൗത്ത് ആഫ്രിക്കയുടെ കളി നോക്കിക്കേ, നമ്മൾ ചത്തതുപോലെയല്ലേ കളിച്ചത്. അതായത് വയ്യ, നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ എടുത്തോ. ഗുവാഹട്ടി ടെസ്റ്റൊക്കെ എന്തോന്നായിരുന്നു, നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് വയ്യ, നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ കളി കൊണ്ട് പൊക്കോ എന്നല്ലേ പറഞ്ഞുകൊണ്ട് കിടന്നത്. ആ രീതിയിലല്ലായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് മീറ്റർ എന്ന് പറയുന്നത്. ഈ കോൺഫിഡൻസ് മീറ്റർ എന്തുകൊണ്ടാണ് പ്ലെയേഴ്സിന് ഇല്ലാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിന് കാരണക്കാരനും ഗൗതം ഗംഭീർ തന്നെയാണ്. അതിന് കാരണക്കാരും സെലക്ടേഴ്സ് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ടീമിലെ സ്ഥിര പ്ലെയർ ആണെന്ന് വിചാരിച്ചോ, ടീമിൽ ഞാൻ സ്ഥിരമായി കളിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും. ഞാൻ ഈ മത്സരം തോറ്റാലോ അല്ലെങ്കിൽ ഈ മത്സരത്തിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ പോലും അടുത്ത മത്സരത്തിൽ എന്നെ പിന്താങ്ങാൻ എൻ്റെ കോച്ചുണ്ട്, എൻ്റെ സെലക്ടേഴ്സ് ഉണ്ട്, എൻ്റെ ക്യാപ്റ്റനുണ്ട്, എൻ്റെ ടീംമേറ്റ്സ് ഉണ്ട്. പക്ഷേ എനിക്കറിയില്ല ഞാൻ അടുത്ത ടെസ്റ്റ് മാച്ച് കളിക്കുമോ ഇല്ലയോ എന്ന് പോലും. എൻ്റെ ഈ ടെസ്റ്റിൽ എൻ്റെ പൊസിഷനേ മറന്നേക്ക്.
ഞാൻ ഏത് പൊസിഷനിൽ വേണോ കളിക്കാമെന്ന് വെച്ചോ. പക്ഷെ അടുത്ത കളിയിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അത് ഞാൻ പറയുന്നത് എത്ര പ്ലേയേഴ്സിൻ്റെ അവസ്ഥയാണെന്നറിയോ? നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഈ അവസ്ഥയുണ്ട്, വാഷിംഗ്ടൺ സുന്ദർ ഈ അവസ്ഥയുണ്ട്, സായ് സുദർശൻ ഈ അവസ്ഥയുണ്ട്, കുൽദീപ് യാദവിന് ഈ അവസ്ഥയുണ്ട്, ജസ്പ്രീത് ബുംറയ്ക്ക് ഈ അവസ്ഥയുണ്ട്. ആലോചിക്കുക, ജസ്പ്രീത് ബുംറയ്ക്ക് വർക്ക് ലോഡ് കാരണം ജസ്പ്രീത് ബുംറ ഇനി കളിക്കുമല്ലോ എന്ന് പോലും അറിയത്തില്ല. ഞാനൊരൊറ്റ കാര്യം നിങ്ങളോട് പറയാം. ഈ ടെസ്റ്റിന് ശേഷം നമുക്കിനി വരാൻ പോകുന്ന ഒരു ടെസ്റ്റ് ഏകദേശം ഒരു 6-7 മാസത്തിന് ശേഷമായിരിക്കും. അന്ന് നമ്മൾ എന്താണ് അല്ലേ, അതിനിടയിൽ നമ്മൾ കുറേ വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിക്കും, നമ്മൾ കുറേ T20 കളിക്കും, നമ്മൾ കുറേ ODI കളിക്കും, നമ്മൾ കുറേ കളി കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റിലേക്ക് വരുമ്പോൾ വാ നമ്മൾ ODI ക്രിക്കറ്റും T20 ക്രിക്കറ്റും കളിച്ചാൽ അതേപോലെ ഒരു കളി നമുക്ക് ഇവിടെ കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് നടക്കില്ല. ഈ 6-7 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യൻ ടീമിനെ നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കരുത്. ഇത്രയും മോശമായിട്ടൊരു ടെസ്റ്റ് ടീമിന് ചരിത്രത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും ആണിയിട്ട് സംസാരിക്കുന്നു, ഞാൻ റെക്കോർഡ്സ് വെച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ടെസ്റ്റ് ടീമിനെയുമായിട്ടാണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. സൗത്ത് ആഫ്രിക്ക പോലൊരു ടീം എന്ത് ഗംഭീരമായിട്ടാണ് അവർ കളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ടെമ്പ ബൗമെ പോലൊരു താരത്തിൻ്റെ കീഴിൽ സൗത്ത് ആഫ്രിക്ക 12 ടെസ്റ്റ് കളിച്ച് 11 അവർ ജയിച്ചു, 1 ഡ്രോയ. ഒറ്റ പരാജയം സൗത്ത് ആഫ്രിക്കയ്ക്കില്ല. ഇന്ത്യൻ മണ്ണിൽ സൗത്ത് ആഫ്രിക്ക 2-0 25 വർഷങ്ങൾക്ക് ശേഷം വൈറ്റ് വാഷ് അടിച്ചിട്ട് പോകുന്ന കാഴ്ചയും കൂടി ഉണ്ടാവുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ കോൺഫിഡൻസ് ലെവൽ ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾ ഇന്ത്യ പോയി ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് പെർത്തിലും അഡ്ലൈഡിലും സിഡ്നിയിലും ഒക്കെ പോയിട്ട് കളിച്ച് അവിടെ 3-0 നമ്മൾ ജയിച്ചിട്ട് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് മീറ്റേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓവർസീസിൽ പോയി വൈറ്റ് വാഷ് അടിച്ചിട്ട് വരുന്ന ഇന്ത്യൻ ടീം, ഓഹോ കിരീടം ജയിച്ചതിന് തുല്യം. നമ്മൾ തലയെ കൊണ്ട് നടന്നതിനെ താരങ്ങളെ ഇല്ലേ. അതുപോലെ സ്വന്തം മണ്ണിൽ പിച്ച് എങ്ങനെയാണെന്ന് പോലും മനസ്സിലാവാതെ സ്പിന്ന് കളിക്കാറിനോടാത്ത താരങ്ങൾ. ഗുവാഹട്ടി ടെസ്റ്റിൽ ആർക്കെങ്കിലും പിച്ചിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇത്രയും ഗംഭീരമായൊരു ടെസ്റ്റ് പിച്ച് നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ടെസ്റ്റ് പിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ടെസ്റ്റ് പിച്ചിൽ കിടന്ന് താളം തികൃതൈ എന്നൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ താരങ്ങളില്ലേ നമ്മൾ കണ്ടത്? സ്പിന്നിൽ വട്ടം കറങ്ങുകയായിരുന്നില്ലേ? അപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ താരങ്ങൾക്ക് മേൽ പഴിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇംബാലൻസ്, ഇൻകൺസിസ്റ്റൻസി. താരങ്ങൾക്ക് എവിടെയാണ് എന്താണെന്ന് അറിയില്ല, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇതെല്ലാമാണ് പ്രശ്നം. ഈ പ്രശ്നത്തിന് മൂലകാരണം എവിടെ നിന്നാണ്? ലെറ്റ്സ് ഡിഗ് ഫ്രം ദ പോയിന്റ്. എവിടെയാണ് വേണ്ടതെന്ന് അത് കോച്ചാണ്, അത് സെലക്ടേഴ്സാണ്. അതായത് ഒരു പ്ലെയറിനോട് നിങ്ങൾ പറയാണ് നീ ഈ കളി കളിച്ച അടുത്ത കളി നീ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാറ്റ് പിടിക്കാൻ വിറയ്ക്കും. ഒരു കോൺഫിഡൻസ് ഒരു മൊമെന്റം ഒരു പ്ലെയറിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഈ കളി കളിച്ചോ അടുത്ത കളിയോട്ട് നീ പുറത്താ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു പ്ലെയറിനെ ഒരു കോച്ച് ബാക്ക് ചെയ്യാണ്, പോട്ടെ സാരമില്ല കളിക്ക്, മാക്സിമം കൊടുക്ക്, നമുക്ക് അടുത്ത കളി നോക്കാം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് മീറ്റർ ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നവരല്ലേ. നീ ഗള്ളി ക്രിക്കറ്റ് നമുക്ക് ആലോചിച്ച് നോക്കാം. ഒരു ഗള്ളി ക്രിക്കറ്റിൽ നമ്മുടെ ഒരു ക്യാപ്റ്റൻ വന്നിട്ട് ഒരു സ്ട്രീറ്റ് ക്രിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ പാടത്തൊക്കെ കളിക്കുമ്പോൾ പോകുമ്പോൾ പോലും നമ്മുടെ ഒരു ക്യാപ്റ്റൻ നമുക്ക് അടുത്ത കളി നോക്കാടാ, നീ ഈ കളി മാക്സിമം നോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ആലോചിച്ച് നോക്കിയേ. ആ കോൺഫിഡൻസിൻ്റെ എത്രയോ മടങ്ങായിരിക്കും ഒരു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു താരത്തിനുണ്ടാവുക. ഞാൻ ഇത്രയും ലഘൂകരിച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അത്രയും ഇമ്പാക്റ്റ് ഒരു പ്ലെയർക്ക് ആവശ്യമാണ്. ഒരു പ്ലെയർക്ക് അയാളുടെ കോൺഫിഡൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് വീണ്ടും വീണ്ടും എങ്ങനെയാണ് വിളിച്ചോതിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് 200% ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഗൗതം ഗംഭീറിനായി തന്നെയാണ്. ഗൗതം ഗംഭീറിന് എത്ര പ്രസ് മീറ്റ് വന്നിട്ട് ഞാൻ ഏഷ്യ കപ്പ് നൽകിയെന്നോ ചാമ്പ്യൻസ് ട്രോഫി നൽകിയെന്നോ ഇനി വേൾഡ് കപ്പ് നൽകിയെന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഗൗതം ഗംഭീറിന്റെ തലയിൽ തന്നെയാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ ഗൗതം ഗംഭീർ ഒരു തരത്തിലും സാധിക്കില്ല. കാരണം പ്ലെയേഴ്സിനെ കൊണ്ട് നടക്കാൻ ഗൗതം ഗംഭീറിന് അറിയില്ല. ഗൗതം എന്താ പറയുന്നത്? ഈ ടെസ്റ്റ് ടീം ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. ഈ ടെസ്റ്റ് ടീമിന് പെട്ടെന്ന് റിട്ടയറായ ഒരുപാട് ലെജൻസ് ഉണ്ട്. അശ്വിനും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ തന്നെ പെട്ടെന്ന് റിട്ടയറായി പോയി. അതുകൊണ്ട് എൻ്റെ ടെസ്റ്റ് ടീം പുതുമയാർന്ന പുതിയ താരങ്ങളുള്ള ടെസ്റ്റ്. എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾക്ക് പുതുമയാർന്ന ടെസ്റ്റ് ടീമാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് ജയിക്കണം. അവിടെ നിങ്ങൾ കോച്ച്, അതാണ് കോച്ച്. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഓൾ ടൈം 11 തരാം എന്നിട്ട് നിങ്ങൾ ജയിക്കാന്ന് പറഞ്ഞാൽ അതിന് കോച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് ചെയ്യാൻ അറിയാം. നിങ്ങൾ പ്ലെയേഴ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു, നിങ്ങൾ പ്ലെയേഴ്സുമായിട്ട് എങ്ങനെ റാപ്പോ ഉണ്ടാക്കുന്നു എന്നിടത്താണ് കോച്ച് എന്ന രീതിയിൽ നിങ്ങളുടെ വിഷയം. കോട്ടിങ് ക്യാരി ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഗംഭീർ വന്ന് പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായ ഈഗോയിസ്റ്റിക് ഒരു മനുഷ്യൻ പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഹി ഈസ് ദ ഹെഡ് കോച്ച് ഓഫ് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. പുള്ളിക്ക് എവിടെ നിന്ന് ഒഴിഞ്ഞു പുള്ളി രാജിവെച്ചിറങ്ങി പോകണം. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് രാജിവെച്ച് ഇറങ്ങി പോകണം. BCCI ആണ് തീരുമാനം എടുക്കുന്നത്. പറയാം യു ക്യാൻ സേ ടു ദ BCCI ദാറ്റ് ഞാൻ ഇറങ്ങി പോവാണ് സർ എന്ന് പറഞ്ഞുകൊണ്ട് യു ക്യാൻ ഇഷ്യൂ എ ലെറ്റർ, റൈറ്റ്? അപ്പോൾ അതിന് പറ്റില്ല.
ഞാൻ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. പിന്നെ ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് ട്രോഫി എടുത്തുകൊണ്ട് വന്നിട്ട് ടെസ്റ്റ് ടീമിനിടയിൽ വന്ന് പറയേണ്ട കാര്യം എന്താണെന്നുള്ള ലോജിക്കിലായ്മ എനിക്ക് മനസ്സിലാവുന്നില്ല. വൈറ്റ് ബോൾ ക്രിക്കറ്റ് ആണോ റെഡ് ബോൾ ക്രിക്കറ്റ്? അത് ഇവിടെ 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് അറിയാലോ എൻ്റെ വ്യത്യാസം. നിങ്ങളൊരു സെഷൻ എങ്ങനെ കളിക്കുന്നു എന്ന് വെച്ചിട്ടാണോ നിങ്ങളൊരു ഇന്നിങ്സ് കളിക്കുന്ന ആലോചിക്കുന്നത്? അപ്പോൾ ഇതുപോലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ പറയുന്ന ഇന്ത്യൻ ഹെഡ് കോച്ചിനെ കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമമാണ് വരുന്നത്. താരങ്ങൾക്കൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ഫൈറ്റ് ഇല്ല, ഒരു സ്ട്രഗിൾ ഇല്ല. സൗത്ത് ആഫ്രിക്ക ജയിച്ചോണ്ട് പോക്ക്, ഞങ്ങൾ വന്നിരുന്ന് കൈയടിക്കാവേ എന്ന് പറയുന്ന ഇന്ത്യൻ താരങ്ങൾ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ടെസ്റ്റിനെ പറ്റി കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ്സിൽ പോലും നമുക്കൊരു നല്ല പ്രകടനമില്ലെന്ന് ആലോചിച്ചു. 130, 140 ചേസ് ചെയ്യാൻ പെടുന്ന പാട്, എന്നിട്ടും തോക്കും. അത്രയും മോശം ടെസ്റ്റ് ടീമാണ് നമുക്കുള്ളത്. ഒരു അടിച്ചു വാർക്കൽ വളരെ നിർണായകമാണ്, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ടീം അധപതനമാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്നൊരു ടെസ്റ്റ് 6-7 മാസത്തിന് ശേഷമേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളിതൊക്കെ മറക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരി, ഓക്കെ, മറന്നോ, ആർക്കും ഒരു പരാതിയില്ല, മറന്നോ, വിട്ടുപൊക്കോ. ഞാൻ അടുത്ത വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പൊക്കെ ഇവിടെ ആൺപിള്ളേർ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ തർക്കമൊന്നും വരരുത്. വീണ്ടും ആവർത്തിക്കുന്നു, വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ഈസ് ദ ബെസ്റ്റ്, ഒരു തർക്കവും ഇല്ല. ഇന്ത്യ സ്ട്രോങ് ചാമ്പ്യൻസ് ഇൻ വൈറ്റ് ബോൾ ക്രിക്കറ്റ്. പക്ഷേ റെഡ് ബോൾ ക്രിക്കറ്റിൽ അതേപോലെ അത്തപതനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം പല പ്രേക്ഷകർക്കും കണക്റ്റ് ആകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൗതം ഗംഭീറിനെ പോലെ അല്ല നമ്മുടെ പ്രേക്ഷകരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, ഓരോ പ്ലേയേഴ്സിനും അവരുടെ ടാർഗറ്റ്സ് എന്താണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക, അതനുസരിച്ച് അവരെ വാർത്തെടുക്കുക. ഇതല്ലേ കോച്ചിൻ്റെ ഉത്തരവാദിത്വം, അല്ലാതെ വെറുതെ ഇരുന്ന് കളി കാണാനല്ലല്ലോ. അതുകൊണ്ട് ഗൗതം ഗംഭീർ പറഞ്ഞ ഈ വാചകങ്ങളോട് പൂർണ്ണമായും എല്ലാ വിധത്തിലുമുള്ള നിഷേധങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഗംഭീർ മാത്രമാണോ എന്ന് കുറ്റക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഗംഭീർ തന്നെയാണ് കുറ്റക്കാരൻ.